പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിൽ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചില അപസ്വരങ്ങളെക്കുറിച്ച് ഒരു ചെറിയ പ്രതിപാദനം നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ-പുരുഷ ബന്ധം, സ്ത്രീ-പുരുഷ തുല്യത ഇന്ന് സമൂഹത്തിൽ എങ്ങനെയാണ് എന്നൊരു വിശകലനം. നമ്മളുടെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ കാരണം നമുക്കിപ്പോൾ പല രീതിയിലുള്ള അറിവുകൾ വെച്ച് നോക്കുമ്പോൾ പുരുഷ മേധാവിത്വം എന്ന ഒരു കടമ്പ പ്രധാനമായിട്ടുമുണ്ട്. പുരുഷനെ സംബന്ധിച്ച് അവരുടെ ഒരു മേൽക്കൈ, ഒരു അഹങ്കാരഭാവം, ഞാനെന്ന ഭാവം, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പോരായ്മ തന്നെയാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു കുടുംബാന്തരീക്ഷം എത്രമാത്രം സുഖകരവും സന്തോഷപ്രദവുമായിരിക്കണം എന്നതിൻ്റെ ഒരു അവലോകനം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതായത് സന്തോഷപ്രദമായ സ്നേഹവാത്സല്യങ്ങളോടെയുള്ള ഒരു കുടുംബജീവിതം, അത് എങ്ങനെ കരുപ്പിടിപ്പിക്കാം, ഒരു മത്സരബുദ്ധിയോടുകൂടി ഇതെങ്ങനെ സന്തോഷപ്രദമാക്കാം എന്നതിനെക്കുറിച്ചാണ് നമുക്കൊന്ന് പ്രതിപാദിക്കാൻ ഉള്ളത്. അതായത് പുരുഷൻ്റെ ഈ മേധാവിത്വത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പലർക്കും നോക്കിയിട്ട് സാധിക്കുന്നില്ല. നമുക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പല രീതിയിലുള്ള കഴിവുകളുണ്ട്. എന്നാൽ പുരുഷ തുല്യത എന്തുകൊണ്ട് വരുന്നില്ല? അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് മനുഷ്യ ജന്മം മുതൽ ഈ പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ്. പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് അത് സ്നേഹവാത്സല്യങ്ങളിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. എന്നാൽ നമുക്ക് ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം പുരുഷൻ എപ്പോഴും സ്ത്രീയിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് ഈ പുരുഷൻ എന്ന് പറയുന്നത്. സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം എത്രമാത്രം കിട്ടിയാലും പോരാ എന്നുള്ള ഒരു ആർത്തി മനോഭാവമുള്ള പുരുഷ വിഭാഗമാണ് നമുക്കുള്ളത്. അവരുടെ ചിന്തയെ നമുക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ മാറ്റുവാൻ ഈ സ്ത്രീകൾക്ക് തന്നെയേ പറ്റൂ. സ്ത്രീകളെ സംബന്ധിച്ച് ഇതിന് പരിഹാരമായി അവരെ വേണ്ടുവോളം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുമ്പോൾ ആ സ്ഥിതിയിൽ നിന്ന് ആ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയും. ഒരു പുരുഷൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. എത്ര കഠിനഹൃദയനായാലും അയാളുടെ മനസ്സിനെ വായിക്കാനും മനഃശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളുടെ ഒരിക്കലൊരു അച്ഛൻ പറയുന്നത് കേട്ടു. ഒരു ക്രിസ്ത്യൻ സഭയിലെ അച്ഛനാണ്. പുരുഷനെ ഒരു തേങ്ങയോട് ഉപമിച്ചുകൊണ്ടൊരു ഉപമ പറഞ്ഞിരുന്നു. അതായത് പുരുഷനെ സംബന്ധിച്ച് ആ ചകിരി മാറ്റി ഉള്ളിലെ ഉരുളൻ തേങ്ങ എടുത്ത് അത് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇളനീരും അതിലെ കാമ്പും ആയിട്ട് പുരുഷനെ ഒന്ന് മനസ്സിലാക്കി അത് രുചിച്ചു നോക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹോഷ്മളമായ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പറഞ്ഞത് പക്ഷേ നമുക്കതൊരു ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ്. ആ ഓർമ്മ, അതായത് നമ്മളെത്രമാത്രം മാറി നിന്നാലും, പുരുഷൻ എത്രമാത്രം മാറി നിന്നാലും ആ പുരുഷനിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരോട് സ്നേഹവാത്സല്യങ്ങളോടെ ഇടപെട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ചെയ്യുമ്പോൾ ആ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റും കൂടുതലായിട്ട്. അതിനെ നമുക്ക് എങ്ങനെ കൂടുതലായി ലഘൂകരിക്കാം, ആ സ്നേഹവാത്സല്യം എങ്ങനെ പിടിച്ചു പറ്റാം, ഇതെല്ലാം വലിയൊരു ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, എത്രമാത്രം കഠിനഹൃദയനും കൂടുതൽ സംസാരിക്കുന്ന സ്വഭാവമല്ലാത്തതുമായ ഒരാളെ, അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുന്നൊരു ഭാവം
ഇതൊക്കെ ആ മനസ്സിൽ വെറുതെ കാണിക്കുന്ന ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് പുരുഷൻ്റെ. അത് നിസ്സാരമായിട്ട് മാറ്റാവുന്ന ഒരു ആയുധമായി സ്ത്രീയുടെ സ്നേഹം മാറിയാൽ അവിടെ വിജയം ഉറപ്പാണ്. അതായത് നമ്മുടെ ഇത്രമാത്രം മുഷ്കും തണ്ടും അധികാരഭാവവും ഇതുപോലെ വലിയ ഒരു കഠിന ഹൃദയനുമാണെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുള്ള അതവിടെ ഇരിക്കുകയേ ഉള്ളൂ എന്നോർത്ത് നമ്മളും ആ രീതിയിൽ പെരുമാറുമ്പോഴുണ്ടാകുന്ന പ്രതിഫലനം വലുതാണ്. എന്നാൽ ഈ മനസ്സ് വെറും ശുദ്ധമാണെന്ന് നമുക്കൊരു നിമിഷം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഒരിടപെടൽ, ഒരു തലോടൽ, ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഒരു നല്ല സൗമ്യതയോടെയുള്ളൊരു പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ചുംബനം കൊടുക്കുമ്പോഴുണ്ടാകുന്നൊരു മാറ്റം, അതിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലല്ലല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. നമ്മൾക്ക് സൗകര്യം കിട്ടുന്ന സൗകര്യപ്രദമായ രീതിയിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവിടം കാണിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ കൈ പിടിച്ചെന്ന് ചങ്കത്ത് ചേർത്ത് പിടിച്ച്, നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു സ്നേഹലാളന അവിടുന്ന് പങ്കിടുമ്പോൾ, അല്ലെങ്കിൽ ആ പങ്കിടുന്ന സമയത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഒരു ചുംബനം കൊടുക്കുമ്പോൾ, ആ തലയിൽ പിടിച്ച് നമ്മളോട് ചേർത്ത് പിടിച്ച് ഒരു കിന്നാര വർത്താനങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു വലിയ സന്തോഷം ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഇതൊരു കുടുംബജീവിതത്തിൻ്റെ വലിയ സന്തോഷകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ചില മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. നമുക്ക് കുട്ടികളുണ്ടാവും, പ്രായമായ കാരണവന്മാരുണ്ടാവും. ഇതെല്ലാം അവരുടെ മുമ്പിൽ വെച്ച് കാണിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഇതൊക്കെ അവസരം കിട്ടുമ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനെ സ്നേഹോഷ്മളമായ ചില കുടുംബ ബന്ധങ്ങൾക്കുള്ള കെട്ടുറപ്പായി മാറ്റുവാൻ സാധിക്കും എന്നൊരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളതിനെ കാണുന്നത്. അതുപോലെ ഭർത്താക്കന്മാരിൽ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ അവർ മോശമാക്കാരാണെന്നുള്ള ചിത്രീകരണം ഒരിക്കലും നമ്മൾ നടത്തുവാൻ പാടില്ല. തൻ്റെ സ്വന്തമായിട്ട് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പ്, തൻ്റെ ആളുകൾ എല്ലാം നല്ലവരാണെന്നുള്ള രീതിയിൽ എപ്പോഴും സംസാരിക്കാവുള്ളൂ. ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്താനോ അവരുടെ ജീവിത രീതിയെ കുറ്റപ്പെടുത്താനോ നോക്കുമ്പോൾ കൂടുതൽ സംഘർഷങ്ങളിലേക്കാണ് പോകുന്നത്, മാനസികമായ സംഘർഷങ്ങളിലേക്ക്. അവരെ നമ്മളെ ശത്രുക്കളായി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതേസമയം എൻ്റെ ഭർത്താവ് ഇത്രമാത്രം നല്ല ആളാണ്, മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഭർത്താവിനെ പരമാവധി പ്രകീർത്തിച്ചുകൊണ്ട്, അതായത് ഇകഴ്ത്തി കാണിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നല്ല രീതിയിലുള്ള മനുഷ്യനാണെന്നും ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാണെന്നുള്ളത് എല്ലാം മറ്റുള്ളവരിലേക്ക് പകർത്തേണ്ടത് ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന രീതിയിൽ ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു മുൻഗണന, അവർക്ക് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് നമ്മുടെ ഒരു അഭിപ്രായം ഇങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവാം. ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കാത്തിരിക്കുന്നു. നല്ല രീതിയിൽ ഇതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ പറയുകയും, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും മോശമാണെങ്കിൽ അത് മോശമാണെന്നും സ്വയം വിമർശനം ചെയ്യാൻ നല്ലൊരു അവസരമായത് ഞാൻ അത് അംഗീകരിച്ചുകൊള്ളാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തുവാൻ പറഞ്ഞാൽ നമുക്കതും ചെയ്യാമല്ലോ. എല്ലാവരുടെയും കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദി, നമസ്കാരം.